കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ബിരിയാണി മസാല ഉണ്ടാക്കിയാലോ? നാടൻ ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി ഇതിലൊക്കെ ഇട്ടുണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ ഇത് കണ്ടില്ലേ, എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് വറുത്തെടുക്കണം. അതെന്തിനാ വറുക്കണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ ചെറുതായിട്ട് വറുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ ഓയിലുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പുറത്ത് വരും. അപ്പം നമ്മൾ പൊടിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര മണമായിരിക്കും. ഇത് ഞാൻ അളവ് പറയണത്, ഇത് ഇടുമ്പോൾ ഞാൻ അളവ് പറഞ്ഞു തരാം. നമുക്കത് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്കാം. നമുക്കിനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വറുക്കേണ്ടത് ചെറിയ തീയിൽ മെല്ലെ ചൂടാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് മസാലകളൊക്കെ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ, കട്ടിയുള്ള സാധനമുണ്ട്, കട്ടിയില്ലാത്ത സാധനമുണ്ട്. അപ്പം നമുക്ക് എല്ലാതും പാടെ ഒന്നിച്ചിട്ടാൽ ചൂട് എല്ലാത്തിനും ശരിയായി കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ കട്ടിയുള്ള സാധനങ്ങൾ മാത്രം ആദ്യം വറുത്തെടുക്കാം, ബാക്കിയുള്ളതൊക്കെ പിന്നെ വറുക്കാം. ഞാനിതിൽ ആദ്യം കറുകപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 15 ഗ്രാം ഉണ്ട്, ഇതിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ ജാതിപത്രി ഇട്ട് കൊടുക്കാം. ഇതും 15 ഗ്രാമാണ്. തക്കോല ഇട്ട് കൊടുക്കുക, അതും 15 ഗ്രാമാണ്. ഇനി നമുക്കിതിൽ ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പ് ഞാൻ എടുത്തിട്ടുള്ളത് 5 ഗ്രാമാണ്. ഗ്രാമ്പ് എപ്പോഴും കറക്റ്റ് അളവിനെ എടുക്കാൻ പാടുള്ളൂ. അത് എന്താന്ന് പറഞ്ഞാൽ, ഗ്രാമ്പ് അധികം എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ നിൽക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റ് ഗ്രാമ്പേ എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലാണ് വറന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മക്കളെ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് കൊട്ടാം. ഇനി നമുക്കിതിൽ ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക മാത്രമാണ് വറുക്കുന്നത്. അതെന്തിനാ ചോദിച്ചാൽ, ഏലക്ക ഇച്ചിരി നന്നായിട്ട് ചൂടാവണം. അപ്പോഴാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടുക. അല്ലെങ്കിൽ ഏലക്കയുടെ തൊലി ചതഞ്ഞ് കിടക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് നമ്മുടെ ഏലക്ക നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് ഇനി നമുക്ക് എടുത്ത് പാത്രത്തിലേക്ക് കൊട്ടാം. ഇനി നമുക്ക് കട്ടി കുറഞ്ഞ സാധനങ്ങളാണ് വറുക്കാനുള്ളത്. അപ്പം എന്താ ചെയ്യുക വെച്ചിട്ടാ, തീ നന്നായിട്ട് കുറച്ചേക്കുക, അല്ലെങ്കിൽ തീ ഓഫാക്കി വെക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കത്തിച്ചാൽ മതി. ഞാനിതിൽ 50 ഗ്രാം പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പെരുംജീരകത്തിൻ്റെ കണക്കിലാണ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് സാജീരകം ഇട്ട് കൊടുക്കുക. ഈ സാജീരകം എല്ലാ കടയിലും കിട്ടില്ല, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ 15 ഗ്രാം മല്ലി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന കസ്കസ് ഇല്ലേ, ആ കസകസ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് വാങ്ങുമ്പോൾ നോക്കി വാങ്ങണം, ചിലതിൽ മണലുണ്ടാവും, മണ്ണ്. ഇനി ഇതിലൊരു ചെറിയ ജാതിക്ക ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന ഇലയല്ലേ, അത് വലുതാണെങ്കിൽ 4 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇത് ചെറിയ ധാരണമാണ്, ഞാൻ 3-4 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. 4 എണ്ണം ഇട്ട് കൊടുക്കാം, ചെറിയത്. ഈ വറ്റൽ മുളക് ഇടുമ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചെറിയ തീ വെച്ചാൽ മതിയേ. ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ ചെറിയ കുറഞ്ഞ തീയിൽ വെച്ചാൽ മതി. നമുക്കിനി ഇത് ഇളക്കി ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടല്ല, അത്യാവശ്യം ചൂടാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കനം കുറഞ്ഞ മസാലകൾ ഒന്ന് ചൂടായിട്ടുണ്ട്. അത് നമുക്കിനി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. നമ്മുടെ മസാലയൊക്കെ ഇപ്പം നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇത് പൊടിക്കുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് പൊടിക്കൊന്നും പാടില്ല. ഇത് പൊടിക്കുമ്പോൾ ഒരു ചെറിയ തരിയോടെ കൂടി വേണം പൊടിച്ചെടുക്കാൻ. ഇതാ
ഇതേപോലെ വേണം നമ്മുടെ മസാല പൊടിച്ചെടുക്കാൻ. കണ്ടില്ലേ ഒരു തരി തരി പോലെയൊക്കെ കണ്ടില്ലേ? അതിന് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതാണ് മക്കളെ നമ്മുടെ ബിരിയാണി മസാല. ഇത് സിമ്പിളായിട്ട് നമ്മുടെ ബിരിയാണി മസാല ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു പ്രാവശ്യം ബിരിയാണിയിലിട്ട് ആര് ചോറ് കഴിക്കണം അവരൊക്കെ ചോദിക്കും, അന്ന് ബിരിയാണി ഉണ്ടാക്കിയ മസാല എവിടെയെന്ന്. അതുപോലത്തെ ടേസ്റ്റ് ആയിരിക്കും. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരിക്കൽ പൊടിച്ച് വെച്ചാൽ തന്നെ കുറേ പ്രാവശ്യം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.